ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ദോശയുടെയും ചപ്പാത്തിയുടെയും പൂരിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനായിട്ടുള്ള നല്ലൊരു ഫിഷ് മോയിലിയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് മീൻ കഷ്ണങ്ങളാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഇച്ചിരി കട്ടിയായിട്ടുള്ള ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഇച്ചിരി വലിയ പീസായിട്ടുള്ള മീനാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു 450 ഗ്രാം അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടി വന്നിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും മീനിന് ഈ ഒരു അളവിൽ തന്നെ ധാരാളം മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം ലെമൺ ജ്യൂസും കൂടിയാണ്. ഇതുപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങ നീരിന് പകരം നമുക്കിതിലേക്ക് വിനീഗറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരല്പം മാത്രമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. കൂടെ തന്നെ നമ്മുടെ ഈ മീൻ കഷ്ണങ്ങൾക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതെല്ലാം മസാലയും ഒന്ന് പുരട്ടിയെടുക്കാം. നമ്മുടെ ഈ മീൻ കഷ്ണങ്ങളെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പുരട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 30 മിനിറ്റോളം ഇതൊന്ന് മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ട് നല്ലതുപോലെ ഒന്ന് മാരിനേറ്റ് ആയിട്ട് കിട്ടും. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വെച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഒരു അല്പം എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് മാത്രം മതിയാവും. അതിലേക്ക് ഒരു 30 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ ഒരു പകുതി അളവിലും കുറച്ചും കൂടി കൂടുതലായിട്ട് മാത്രം നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കണം, ഹൈയിൽ വെക്കരുത്. ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയൊരു രീതിയിൽ മാത്രം ഒരു സൈഡൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട. മറു സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ 2 സൈഡ് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടി ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ഏലയ്ക്ക, ചെറിയ പീസിൽ ഒരു 2 പീസ് അളവിൽ കറുവാപ്പട്ടയും ഒരു 3 ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഫിഷ് മോളി തയ്യാറാക്കുന്നത് ഈ ഒരു ടേസ്റ്റിലാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 7 ചെറിയ ഉള്ളി ഞാനിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും ചേർക്കാം. ഇനി വേണ്ടത് ഒരു സവാള, അത്യാവശ്യം വലിയ സവാളയിൽ ഒരു സവാള മതിയാവും. അതും കൂടി. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിയിട്ട് ഒരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതി വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം, അത് മസ്റ്റാണ്. എങ്കിൽ മാത്രമേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് അത്യാവശ്യം വലിയ തക്കാളിയിൽ ഒരു തക്കാളി ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഈ ഒരു അളവിൽ ചേർക്കണം, കാരണം ഈ ഒരു മഞ്ഞ കളറാണ് നമ്മുടെ ഈ ഫിഷ് മോളിക്ക് കിട്ടുന്നത്. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും ചേർക്കാം. ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് നമ്മൾ ചേർത്തേക്കണം, കാരണം നമ്മളിതിലേക്ക് മുളക് പൊടിയൊന്നും വേറെ ചേർക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ചിട്ട് പച്ചമുളകും അതുപോലെ തന്നെ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മളെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് സമയത്ത് വഴറ്റിയിട്ട് നമ്മുടെ ഈ തക്കാളി എല്ലാം വെന്ത് കുഴയേണ്ട ആവശ്യമില്ല. മസാല ഒന്ന് ചൂടായിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും.
ഏകദേശം ഒരു 30 സെക്കൻഡോളം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത കാര്യമാണ് തേങ്ങാപ്പാലും കൂടിയാണ്. ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ചിരകിയിട്ടില്ല, 1/4 ഭാഗത്തോളം ഒന്ന് ചിരകിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്നും ഒരു 1/4 കപ്പോളം പാല്, ഫസ്റ്റ് പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വീണ്ടും 1 കപ്പോളം വെള്ളം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുത്ത രണ്ടാം പാലാണിത്. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മീൻ പൊരിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്രേവിക്ക് മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. നമ്മുടെ തേങ്ങാപ്പാൽ ഗ്രേവി എല്ലാം ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയം ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടിയാണ്. നമ്മൾ ഈ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഈ മീൻ കറിയൊക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് പുളി ഉണ്ടാവണം, എങ്കിൽ മാത്രമേ ആ കറക്റ്റ് പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിതിലേക്ക് പ്രത്യേകിച്ച് പുളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ആ പുളിക്ക് പകരമാണ് ഒരല്പം വിനീഗർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ട അടുത്ത കാര്യമാണ് ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോയ്ക്കും ഇടയിലേക്ക് വെച്ചിരിക്കണം. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കണ്ട, അതുപോലെ തന്നെ നല്ലതുപോലെ മീഡിയം ഫ്ലെയിമിലും വെക്കണ്ട. ഇത് രണ്ടിനും ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് ലൈറ്റായിട്ട് ഇതൊന്ന് വറ്റിയും കിട്ടും. ഇതിപ്പോൾ അത്യാവശ്യം ഇങ്ങനെ വെള്ളം പോലെയാണ് ഉണ്ടാവുന്നത്. ആ വെള്ളം പോലുള്ളതൊന്ന് വറ്റിയിട്ടൊന്ന് കുറുകി കിട്ടണം. ആ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം, ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രം വെച്ചിരുന്നാൽ മതിയാവും. കാരണം നമ്മൾ പകുതിയിൽ കൂടുതൽ അളവിൽ നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ 5 മിനിറ്റ് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് മോളി എല്ലാം ഏകദേശം ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. വേറെ സ്പൂണോ തവിയോ ഒന്നും വെച്ചിട്ട് നമ്മൾ ഇളക്കാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ മീൻ പൊടിഞ്ഞു പോകും. നമുക്കിതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഗ്രേവി എല്ലാം അത്യാവശ്യം ഈ ഒരു കട്ടിക്കാനുള്ളത് നല്ലതുപോലെ ഒന്ന് കട്ടിയായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ ആ പെർഫെക്റ്റ് ടേസ്റ്റിൽ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 1 പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന്, ആ 1/2 കപ്പിലുള്ള 1 പാലാണ്. അത് ഇതിന് മുകളിലേക്ക് പതുക്കെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് മറക്കാതെ നമ്മളൊന്ന് ചേർത്തേക്കണം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പില നമുക്ക് മുമ്പും ചേർക്കാം, അതിനുശേഷം ഇതുപോലെ ലാസ്റ്റിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 പാല് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമ്മളിത് തിളപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ഇപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ അത്യാവശ്യം ആ മൺചട്ടിയുടെ ചൂടും കൊണ്ട് തന്നെ ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ചു തുടങ്ങുകയാണ്. ഇത് ഇത്രയും തന്നെ മതിയാവും. നമ്മുടെ 1 പാല് ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫിഷ് മോളി ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെയും ദോശയുടെയും ഇഡ്ഡലി പൂരി അങ്ങനെ എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.